ഹായ്, ബോച്ചേറ്റി ലക്കി ഡ്രോ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന മറ്റൊരു തകർപ്പൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ 10 ലക്ഷം രൂപയാണ് നമ്മൾ വിജയിക്ക് നൽകുന്നത്. കൂടാതെ 25,000, 10,000, 5,000, 1000, 100 എന്നിങ്ങനെ 13,704 ക്യാഷ് പ്രൈസസ്. ഇതിനെല്ലാം ഉപരി 25 കോടിയുടെ ബമ്പർ സമ്മാനം. അപ്പോൾ ഇന്നത്തെ വിജയിയെ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ എവിടെയാണ് ഉള്ളതെന്ന് പറയാം. ഞാനിവിടെ വൈപ്പിൻ കൊച്ചിയിലുള്ള ബോച്ചെ ടോഡി പബ്ബിലാണുള്ളത്. ടോഡി പബ് എന്നുള്ള കോൺസെപ്റ്റ് ഞാനിവിടെ വരുന്നത് വരെ ഇത് എന്താണ് സംഭവം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര അടിപൊളി ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള പ്ലേസ് കേട്ടോ. ഇവിടെ എൻ്റെ ബാക്കിൽ കാണാമല്ലോ അല്ലേ, ആ ഒരു ബാക്ക് ഡ്രോപ്പ് ഒക്കെ കാണാമല്ലോ, ഭയങ്കര വൈബ്രൻ്റ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം ആകെ കളർഫുള്ളാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ വിപുലമായ പാർക്കിംഗ്, ഒരു എന്താ പറയുക അടിപൊളി ഒരു വലിയൊരു ഡൈനിങ് സ്പേസ്, ഫാമിലി ക്യാബിൻസ്, പിന്നെ നമുക്ക് പാർട്ടീസൊക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ പാർട്ടി ഏരിയ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടുത്തെ വൺ ഓഫ് ദി ബ്യൂട്ടിഫുൾ സ്പോട്ട്സിലൊന്നാണ് ഫിഷിങ്. അപ്പോൾ നമ്മൾ ഫിഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫിഷിന് നമുക്ക് അവർ കറി വെച്ചോ വറുത്തോ നമുക്ക് തന്നെ കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ പുറത്തൊരു ഫിഷ് ടാങ്ക് ഉണ്ട്, ആ ഫിഷ് ടാങ്കിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ ഫിഷസ് എനിക്ക് ഫിഷ് ടാങ്കിൽ കാണാൻ പറ്റി. പിന്നെ ഇനി നമ്മളെപ്പോഴും പുറത്ത് പോയി കഴിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു ചോദ്യം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം സേഫാണ്, നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുമോ, വീട്ടിലുള്ള ഭക്ഷണം പോലെ സേഫ് ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉത്തരം തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോച്ചയുടെ 1000 ഏക്കേഴ്സ് പ്രോപ്പർട്ടിയിൽ നിന്നാണ് ഇവിടെ ഏലവും കുരുമുളകും ബാക്കി സ്പൈസസും എല്ലാം വരുന്നത്. ആ സ്പൈസസ് എല്ലാം തന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ തന്നെ അവർ പേസ്റ്റാക്കി ഉണ്ടാക്കുന്ന ചേരുവകൾ കൊണ്ടാണ് ഇവിടെ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു വിധത്തിലുള്ള മായോ ഇല്ല എന്നുള്ളത് മറ്റൊരു നല്ല കാര്യമാണ്. ഇതിൻ്റെ ഈ സ്പേസിൻ്റെ എല്ലാം വൈബ്രൻസിക്ക് പുറമെ ഇത്രയും നല്ലൊരു സേഫ് ആയിട്ടുള്ള ഫുഡ്, അപ്പോൾ എന്നും കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഫുഡ്, കൂടാതെ ശുദ്ധമായ കള്ള്, ഓതൻറ്റിക് ആയിട്ടുള്ള കേരള ഫുഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെർവ്ഡ് ഇൻ എ കണ്ടംപററി സ്റ്റൈൽ. അപ്പോൾ നമുക്കിനി ബോച്ചെ ടോഡി ഷോപ്പിൻ്റെ വിശേഷങ്ങൾ കേട്ടു. ഇന്നത്തെ നമ്മുടെ വിജയ് ആരാണെന്ന് നമുക്ക് നോക്കാം. വിജയ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിജയുടെ പേര് ജസീൽ എന്നാണ്. അപ്പോൾ ജസീലിന് ആ ഒരു എന്താ പറയുക സർപ്രൈസിങ് എക്സൈറ്റിംഗ് ന്യൂസ് കൊടുക്കാൻ പോകുന്ന മൊമെൻ്റാണ്. നിങ്ങൾ എക്സൈറ്റഡ് ആണല്ലോ അല്ലേ? അല്ലേ? ഞാനാണ്. അപ്പോൾ നമുക്ക് ജസീലിനെ വിളിക്കാം. ഞാൻ വിളിക്കാൻ പോവുകയാണ് കേട്ടോ. എടുക്കുന്നില്ല. ഹലോ, ജസീലല്ലേ? അതെ. ജസീല, എനിക്ക് കേൾക്കുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. എൻ്റെ പേര് ടിൻഡു എന്നാണ് ജസീലെ. ഞാൻ ബോച്ചെ ടീയുടെ ടീമിന്റെ പാർട്ടായിട്ട് വിളിക്കുകയാണ്. ബോച്ചെ ടീ കസ്റ്റമർ ആണോ? ബോച്ചെ ടീ വാങ്ങിയിട്ടുണ്ടോ? എവിടുന്നാ വാങ്ങിയേ? ഇവിടെ നാട്ടിൽ ഇടവണ്ണ. ആഹാ, എടവണ്ണ എന്ന് പറഞ്ഞ ഏത് ഡിസ്ട്രിക്റ്റാ? മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ നിന്ന്. എന്നാ വാങ്ങിയേ? ഓക്കെ ഓക്കെ. കൊള്ളാം. അപ്പൊ എന്താണെങ്കിലും അതെ, വീട്ടിലാരൊക്കെയുള്ള വേറെ? വീട്ടില് ഉമ്മ, ഉപ്പ, ഭാര്യ, മോനുണ്ട്, പിന്നെ ജ്യേഷ്ഠനുണ്ട്. ആഹാ, എന്താ ചെയ്യുന്ന ജസീല്? ഞാനിവിടെ ഒരു കടയിൽ വർക്ക് ചെയ്യാം. ആഹാ, അത് കൊള്ളാം. ഭാര്യ? ഭാര്യ വീട്ടിലാ. ആണോ? ഓടല്ല, ഭാര്യ വീട്ടിലാണ്, വൈഫിന്റെ വീട്ടിലാണ്. ആണോ? ഇപ്പൊ ആരാ അച്ഛനും അമ്മയും ഉള്ളേ? ഉപ്പ അമ്മ ഉണ്ട്, പിന്നെ ജ്യേഷ്ഠനുണ്ട്. ആഹാ, എല്ലാരും ഉറങ്ങിയോ? ഇല്ല, ജ്യേഷ്ഠനും ഉറങ്ങിയില്ല, ഉപ്പയമ്മയൊക്കെ ഉറങ്ങിയ. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതൽ സസ്പെൻസ് ഇടുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബോച്ചെ ടീ ബാക്കി പൂരിപ്പിക്കുന്നോ? ലക്കി ഡ്രോ വിന്നർ ജസീലാണ്. അപ്പൊ 10 ലക്ഷം രൂപയാണ് ജസീലെ അടിച്ചേക്കുന്നത്. 1, 2, 3, 4, 10 ലക്ഷം രൂപ. എന്താ തോന്നണേ? അത് കൊള്ളാം. എവിടെ ആണല്ലേ? ജേഷൻ എന്ത് പറഞ്ഞു? ചായപ്പൊടിയാണോ എന്നല്ലേ? അതെ, ചായപ്പൊടി തന്നെ, ബോച്ചെ ടീയിൽ നിന്നാണ്. ഇതെങ്ങനെയാ വാങ്ങിച്ചത്? ആര് പറഞ്ഞിട്ടാണോ? സ്വന്തമായിട്ട് വാങ്ങിച്ചതാണോ? ആരെങ്കിലും പറഞ്ഞു കേട്ടോ? അല്ല, സ്വന്തം വീഡിയോ ഇങ്ങനെ കാണലുണ്ട്, കണ്ടു. അത് കൊള്ളാം. അപ്പൊ ഇപ്പൊ വിശ്വാസമായില്ലേ? പലരുടെ ഒരു ചോദ്യമാണ്, അടിക്കുവോ ഇത് ഉള്ളതാണോ എന്നൊക്കെ അല്ലേ? ഇപ്പൊ വിശ്വാസമായില്ലേ? എന്താ പറയാ, ജസീലിനെ പോലെ ഒരു സാധാരണക്കാരൻ, വീഡിയോ കണ്ട് ടീ വാങ്ങിയ ഒരു സാധാരണക്കാരൻ അല്ലേ? അങ്ങനെ നമുക്ക് പറഞ്ഞൂടെ? അതെ, കൊള്ളാം. ജേഷൻ എന്താ ചെയ്യണേ? ഷോപ്പില് ജ്യൂസ് മേക്കറാ. ആഹാ, അടിപൊളി. അപ്പോ ഈ 10 ലക്ഷം രൂപ എവിടെ ജേഷനൊന്ന് കാണിച്ചേ?
വീഡിയോയിൽ വരാൻ ഓക്കെ ആണോ? വരും. ആണോ? കൊള്ളാം. അപ്പൊ 10 ലക്ഷം രൂപ വെച്ച് എന്താ പരിപാടി ജെസ്സിലെ? പരിപാടി കുറെ ഉണ്ട്, കുറച്ച് കടങ്ങളുണ്ട്, പിന്നെ ഞാൻ കുറച്ച് ബേർഡ്സ് ഒക്കെ വളർത്തുന്ന ആളാണ്. അപ്പൊ അങ്ങനത്തെ കൂടുതൽ ചെയ്യാതില്ലതൊക്കെ ഉണ്ട്. എന്ത് ബേർഡ്സോ? ബേർഡ്സ്. ആഹാ. അപ്പോ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടോ ബേർഡ്സിന്റെ സ്റ്റോറി, അതോ വേറെ കടയുണ്ടോ? പെറ്റ് ഷോപ്പ് ഉണ്ടോ? കടയിലല്ല, വീട്ടില്. അതേയുള്ള. അപ്പൊ എന്തായാലും അതെ, ഉപ്പയ്ക്കും ഉമ്മയ്ക്കും എല്ലാം രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ ഒരു ഹാപ്പി ന്യൂസ് കൊടുക്കും. അത് ഇപ്പൊ തന്നെ രാത്രി വിളിച്ച് പറയോ? അതെ, ഇപ്പൊ തന്നെ പറയാം. എന്തിനല്ലേ വെച്ചോണ്ടിരിക്കുന്നത്? അതെ, വൈഫിന് നല്ല സന്തോഷമാവും. എന്തായാലും കൊള്ളാം. അപ്പൊ ജെസ്സിലെ തന്നെയാണോ വാങ്ങിച്ചല്ലേ? കൊള്ളാം. ജെസ്സിലെ, ഞാനിപ്പോ ഉള്ളത് ബോച്ചെ ടോഡി പബ്ബിലാണ്. അപ്പോൾ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു അടിപൊളി ഒരു സ്പേസ് ആണ്. വന്നിട്ടുണ്ടോ കൊച്ചിയിൽ വൈപ്പിനിലുള്ള ടോഡി പബ്ബില് ബോച്ചയുടെ? ഇല്ലേ? അപ്പോൾ ഒരു ദിവസം എന്താണെങ്കിലും ഈ സന്തോഷം ആഘോഷിക്കുന്നത് നമുക്ക് ഇവിടെ തന്നെ ആയിക്കോട്ടെ. നല്ല ഫുഡാണ് കേട്ടോ, നല്ല ഓതന്റിക് കേരള സ്റ്റൈലിലുള്ള ഫുഡുണ്ട്, ഫിഷിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. ഒരു ദിവസം ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് എന്താ പറയുക, അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. നല്ല രസമുള്ളൊരു സ്ഥലമാണ്, എന്തായാലും ഇറങ്ങണം. എവിടെ ജ്യേഷ്ഠൻ എവിടെ? ഹലോ, എന്താ പേര്? ജസീബ്. നിങ്ങൾ രണ്ടുപേരാ? കൊള്ളാം. അപ്പോ അനിയനാണല്ലോ അല്ലേ? അതെ, അനിയനാണെന്ന് പറഞ്ഞില്ല, ജ്യേഷ്ഠനാണെന്ന് പറഞ്ഞു. അപ്പൊ അനിയന് ലക്കി ഡ്രോ അടിച്ചേക്കാണ്. 10 ലക്ഷം രൂപയാണ്. കട്ട ഭാഗ്യം അടിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആഘോഷിക്കും ഇന്നത്തെ ദിവസം. അപ്പൊ അതൊന്ന് നേരിട്ട് പറയാൻ കൂടിയാണ്. അപ്പൊ എന്താണെങ്കിലും അതെ, ഞാൻ ടിൻഡു ബോച്ചെ ടീമിന്റെ ഭാഗമായിട്ട് വിളിച്ചതാണ്. ഓക്കെ, അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ജസീലിന് കൊടുക്കാൻ പോകും. ജസീലെ, അപ്പൊ നമുക്ക് വീണ്ടും കാണാം. ഭയങ്കര സന്തോഷം. ജസീലിന്റെ സന്തോഷത്തിന്റെ ഒരു ഭാഗമാകാൻ തന്നെ പറ്റിയതിൽ നല്ല സന്തോഷം. അത് കൊള്ളാം. എല്ലാവരോടും പറയട്ടെ, സാരമില്ല, ഇനി അങ്ങോട്ട് പറയാനുള്ള സമയമാണ്. അപ്പൊ നല്ലൊരു പബ്ലിസിറ്റി കൊടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ജസീലെ ശരി. അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്. അപ്പോൾ ജസീലിനെ നമ്മൾ ആ സന്തോഷ വാർത്ത അറിയിച്ചു. ജസീലിൻ്റെ ബ്രദറിൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റി. ജസീൽ ഇപ്പോൾ വൈഫിനോട് ആ സന്തോഷ വാർത്ത ഷെയർ ചെയ്യായിരിക്കും. ഒരുപാട് പേരുടെ സന്തോഷത്തിൻ്റെ ഒരു പാർട്ടാകാൻ എനിക്ക് കഴിഞ്ഞു, നിങ്ങൾക്ക് കഴിഞ്ഞു. അതെല്ലാം കാണാൻ നമുക്ക് പറ്റി ബിക്കോസ് ഓഫ് ബോച്ചെ. അപ്പോൾ താങ്ക് യു ബോച്ചെ. അടുത്ത ദിവസം മറ്റൊരു വിന്നറിനെ അനൗൺസ് ചെയ്യാൻ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ടിൽ ദെൻ, ദിസ് ഈസ് ടിൻഡു സൈനിങ് ഓഫ് ഓൺ ബിഹാഫ് ഓഫ് ബോച്ചെ ടീം. ദ ഫിലാന്ത്രോപ്പിസ്റ്റ് ബോച്ചെ.